അത് ഇപ്പം തന്നെ ശരിയാക്കി തരാം. നാളെ തന്നെ കേസ് പിന്നെ ക്യാഷ് ചെയ്യണം. എൻ്റെ രാത്രി കിട്ടേ അതില്ല, അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കോടതി പോയിട്ട് ഇപ്പോൾ 1.5 മാസമായി. ആ കേസ് പോലും എടുത്തില്ല. ഇവർ തന്നെയാണ് 2 തവണ മാറ്റി വെച്ചത്. അതല്ല കാര്യം. അപ്പോൾ ഇപ്പം അതറിയാലോ, അങ്ങനെ മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കോടതി അതിനൊക്കെ അത്രയും വില കൊടുത്തിട്ടുള്ളൂ. ഇനി ഇന്ന് മറ്റേ നമ്മുടെ CBI മാത്രം നമ്മുടെ ഈ തട്ടിപ്പ് ഇന്ത്യ കണ്ട കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ് CBI മാത്രം അന്വേഷിച്ചാൽ മതി, കേരള പോലീസിന് അന്വേഷിക്കണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസില്ലേ. അപ്പോൾ അതിൻ്റെ തീരുമാനം ഇന്നുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ബിച്ചു സാറ് അത് വേണ്ട പരിപാടികൾ എടുത്തോളും എങ്ങനെയാണെന്ന് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞിട്ടാണ് ബിച്ചു സാർ എടുത്തതെന്നൊന്നും പറഞ്ഞേക്കല്ലേ, ഞാൻ അത്ര വലിയ പുള്ളിയൊന്നുമല്ല. അപ്പോൾ ചില തെണ്ടികളൊക്കെ പറയാറുണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ ചെയ്യാറുള്ളൂ. ഇത് ബാംഗ്ലൂർ എയർപോർട്ടാണ്, വേണമെങ്കിൽ ഞാൻ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്നല്ല ഇനി വിമാനത്തിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്കൊക്കെ എതിരെയുള്ള വീഡിയോസ്. ഇനി നിങ്ങൾ ഈ ചാനൽ കൂട്ടിക്കാൻ എനിക്ക് എത്രയോ ചാനലുണ്ട്, എനിക്കറിയാമല്ലോ. നിങ്ങൾക്കൊക്കെ എതിരെ 600 വീഡിയോ ഇടണമെങ്കിൽ എനിക്ക് അത്ര തന്നെ ചാനലുണ്ടെന്ന് വിചാരിക്കണം. എനിക്ക് നീ ഒന്നും വിചാരിക്കാത്തത്ര ചാനലുകളും ഉണ്ട്. ഒന്ന് കൂട്ടിച്ചാൽ അടുത്തത്, അത്രയേ ഉള്ളൂ. പിന്നെ ഒരേ വീഡിയോ തന്നെ പല ചാനലുകളിൽ വിടുന്നതും നീ കാണേണ്ടി വരും. ഇതൊന്നും വലിയ പണിയൊന്നും ഇല്ലടോ, ഇതെല്ലാം അതിൻ്റെ ടെക്നിക്ക് മനസ്സിലാക്കണം. ഓക്കെ, ബൈ.